ഇതാ ഞാൻ ഒരു 10 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കിന്ന് ഒരു സ്നാക്ക് ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ എടുത്ത് വെച്ച ബ്രെഡ് പീസ് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പീസിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. 2 കോഴിമുട്ട ഞാനിതാ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 കോഴിമുട്ട, 1 കപ്പ് പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേ. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തത്. ഇത് മധുരം കുറച്ച് മതിയെങ്കിൽ ഇത്രയും ചേർക്കണം. ഇത് നമുക്കിതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ നമ്മളെ കോഴിമുട്ടയും പാലും പഞ്ചസാരയും എല്ലാം കൂടി അടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ് ചേർത്ത് കൊടുക്കുക. കുറേ ചെറിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മുഴുവനായിട്ട് ഞാനിതിൽ ചേർത്ത് കൊടുക്കാൻ പോവാണേ. ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതാ ഈ ഒരു പാകത്തിലാണ് നമുക്കിത് കിട്ടുന്നത്. ഞാൻ കുറച്ച് കാഷ്യൂ മുന്തിരിയും കൂടെ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലില്ല ചേർക്കണമെന്നില്ല, ചേർത്താൽ ഒരു ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് മതി. അതും കൂടി ഇതിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഗ്ലാസ് ബൗൾ ഇല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രമോ നമ്മളെ ടിഫിൻ ബോക്സോ ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ എന്തൊക്കെ ഒന്ന് എടുത്താൽ മതി. കാരണം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ നെയ്ത് അടവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മളെ കൂട്ട് വെച്ചു കൊടുക്കാം. നമ്മൾക്ക് വേവിച്ചെടുക്കാനുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. ഞാനൊരു തട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് പാത്രയിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. എന്നാൽ ഞാൻ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇത് വെക്കുന്നത്. നമുക്ക് നന്നായിട്ടുള്ള ഒരടപ്പിട്ട് അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കുകയാണേ. പാകമായി വന്നിട്ടുണ്ട്. തീരെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഞാൻ തീ ഓഫ് ചെയ്തു. നമുക്കിതൊന്ന് എല്ലാം മാറ്റാം. ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിൽ നിന്ന് തന്നെ വേണേൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി നോക്കട്ടെ. അത് നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തണുപ്പിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. തണുപ്പിച്ചോ തണുപ്പിക്കാതെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും. ബ്രെഡ് ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ച് കുറച്ച് പാലും 1 കോഴിമുട്ടയൊക്കെ ഒടിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ഒരു സൂപ്പർ സ്നാക്കാണ്. സ്നാക്കെന്നോ പുഡിങ്ങെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കേ. നന്നായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല. ഇനി അതൊന്ന് കഴിച്ചു നോക്കാം. വായിലിട്ടാൽ അലിഞ്ഞ് പോകുന്ന നല്ലൊരു പുഡിങ്ങെന്ന് ഞാൻ പറയുന്നില്ല, അതുപോലത്തെ ഇതാ, കണ്ടില്ലേ? ഓക്കെ, പറഞ്ഞൂടെ? നമുക്ക് അധിക സമയമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ. അതുപോലെ തന്നെ ഇതാ, ഒരു മടിയും വിചാരിക്കേണ്ട. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ.